ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന പിക്സൽ ടാപ്പിന്റെ അല്ലെങ്കിൽ പിക്സൽവേഴ്സിന്റെ NFT ക്ലെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിക്സൽ ടാപ്പിന്റെ ഡാഷ്ബോർഡിലും അതുപോലെ തന്നെ ടെലഗ്രാം മിനി ആപ്പിലും നിങ്ങൾക്ക് ഈ ഒരു NFT ക്ലെയിം ചെയ്യാൻ പറ്റും. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 14 വരെയാണ് നമുക്ക് ഈ ഒരു NFTകൾ ക്ലെയിം ചെയ്യാനുള്ള ടൈം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. പലരും പറയുന്ന കംപ്ലയിൻ്റ് ആണ്, ഞാൻ ലെവൽ 10 ആണ് എന്നിട്ടും എനിക്ക് കോമൺ ആണ് കിട്ടിയത്, അൺകോമൺ ആണ് കിട്ടിയത്, എപ്പിക്കാണ് കിട്ടിയത്, ഞാൻ ഇന്ന ലെവലാണ് എന്നാൽ ആ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള NFT എനിക്ക് കിട്ടിയില്ല, പിക്സ് വൈ എനിക്ക് കിട്ടിയില്ല എന്ന് കുറേ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നിങ്ങൾ ജൂലൈ 18 മുൻപ് എത്ര ലെവൽ എത്തിയോ അതിനനുസരിച്ചുള്ള റിവാർഡ്സ് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. ജൂലൈ 18 കഴിഞ്ഞിട്ട് നിങ്ങൾ ലെവൽ 1 നിന്ന് ലെവൽ 10 എത്തിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എത്രയോ മുൻപ് പറയാൻ തുടങ്ങിയതാണ് ലെവൽ 10 ആക്കുക എന്നുള്ളത്. ജൂലൈ 18 എത്രയോ മുൻപ്, 2 ആഴ്ച മുൻപെന്ന് ഞാൻ പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കണ്ട് ഞാൻ പറഞ്ഞ പോലെ ജൂലൈ 18 മുൻപ് ലെവൽ എത്തിച്ചവർക്ക് മാത്രമേ റിവാർഡ്സ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര ലെവലാക്കിയാലും നിങ്ങളുടെ റിവാർഡ് ചേഞ്ച് ആവാൻ പോകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. എങ്ങനെ NFT ക്ലെയിം ചെയ്യാമെന്ന് പറയുന്നതിന് മുൻപ് തന്നെ എന്താണ് NFT എന്നുള്ള കാര്യം ഷോർട്ടാക്കിയിട്ടെന്ന് പറയാം. നമ്മളുടെ ക്രിപ്റ്റോ കറൻസി വേൾഡിലെ സ്വർണ്ണമാണ് നമ്മളുടെ NFT എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ റിയൽ വേൾഡിൽ കുറേ സ്വർണ്ണം അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങി സ്റ്റോറേജിലൊക്കെ സ്റ്റോർ ചെയ്ത് ലോക്കറിലൊക്കെ വെക്കാറുണ്ട്. അത് ഫ്യൂച്ചറിൽ സ്വർണ്ണത്തിന് വില കൂടുമ്പോൾ നമുക്ക് വിൽക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണെന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ വേൾഡിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വേൾഡിൽ NFT എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വേൾഡിലെ ഒരു സ്വത്ത് അല്ലെങ്കിൽ അസറ്റാണ് നമുക്ക് NFTകൾ എന്ന് പറഞ്ഞാൽ. മെയിൻലി 2 യൂസുകളാണ് NFTകൾ കൊണ്ടുള്ളത്. ഗെയിമിൽ നമ്മൾ വലിയൊരാളാണ്, നമുക്ക് ഗെയിമിനകത്ത് അത്രയും സ്വത്തുണ്ട് എന്നുള്ള കാര്യം കാണിക്കാനാണ്, ഒന്ന് ഷോ ഓഫ് ചെയ്യാനാണ് മെയിൻലി NFT ഒന്നാമത്തെ കേസിൽ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ BGMയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിമിലൊക്കെ നമ്മളുടെ കയ്യിൽ ഇന്ന സ്കിൻ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ഔട്ട്ഫിറ്റ് ഉണ്ട്, ഇത്ര മിത്തിക് ഔട്ട്ഫിറ്റുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ മുന്നിൽ നമുക്ക് ഷോ ഇറക്കാൻ പറ്റും. അതിനാണ് മെയിനായിട്ട് ഒരു കേസിൽ NFT യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസാണ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു NFT സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലെജൻഡറി NFT ആണുള്ളത്. അപ്പോൾ ആ ലെജൻഡറി NFT നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാം. അപ്പോൾ ഞാൻ പറയുന്ന പൈസ എനിക്ക് തന്നിട്ട് അല്ലെങ്കിൽ USDT തന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ NFT നിങ്ങൾക്ക് മേടിച്ച് വെക്കുകയും ഫ്യൂച്ചറിൽ ആ NFTയിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുകയും ചെയ്യും. ഫ്യൂച്ചറിൽ ആ NFTക്ക് ഡിമാൻഡ് വന്നാൽ മാത്രമാണ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുക എന്ന കാര്യം മനസ്സിലാക്കുക. ഇത്രയുമാണ് NFT എന്താണെന്ന് ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത്. ഇത്രേ ഉള്ളൂ. ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സ്വത്താണ്. ഇപ്പോൾ ബിറ്റ്കോയിനൊക്കെ പോലെ തന്നെ ഒരു സ്വത്താണ്, പക്ഷേ ക്രിപ്റ്റോ കറൻസി അല്ല, ഒരു ഡിജിറ്റൽ അസറ്റ് തന്നെയാണ് NFT എന്നും പറഞ്ഞാൽ. ഇവിടെ ക്ലെയിം എന്ന് പറയുന്ന ബട്ടൺ കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ലെവൽ NFT ആണ് ഉള്ളതെന്ന് കാണാൻ പറ്റും. എനിക്ക് ലെജൻഡറി ആണ്, അതിന് കാരണം ഞാൻ 10 ലെവൽ എത്തിച്ചിട്ടുണ്ട്. ലെവൽ 10 ആയതുകൊണ്ടാണ് എനിക്ക് NFT ലെജൻഡറി കിട്ടിയത്. നിങ്ങൾ ജൂലൈ 18 മുൻപ് ലെവൽ 10 എത്തിയെങ്കിൽ നിങ്ങൾക്കും ലെജൻഡറി കിട്ടും. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എത്ര റാങ്ക് കുറയുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന NFT റാങ്കും കുറയും, എത്ര ലെവൽ കൂടുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല NFT കിട്ടുകയും ചെയ്യും. ഇവിടെ നമുക്ക് ക്ലെയിം NFT എന്ന് പറയുന്ന ബട്ടൺ കാണാം. സിംപ്ലി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സംതിങ് വെൻ റോങ് എന്ന് പറയുന്ന ഒരു പോപ്പപ്പ് ആണ് വരുന്നത്. എല്ലാവർക്കും ഇത് തന്നെയാണ്. ജസ്റ്റ് ഇവർക്ക് കഴിയാത്തൊരു കാര്യം എന്തിനാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളത്. ഈ ഒരു ഡേറ്റ് വെച്ചിരുന്നത് 10 or 15 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഡിലേ ആക്കി കൊണ്ടുപോയി ജൂലൈ 31, 26-ാം തീയതി ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ജൂലൈ 31 വരെ ആക്കി. എന്നിട്ടും ഈ ഒരു സിസ്റ്റം ഇവർക്ക് വർക്കിംഗ് ആക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. ക്ലെയിം NFT ക്ലിക്ക് ചെയ്യുമ്പോൾ സംതിങ് വെൻ റോങ് എന്നാണ് പറയുന്നത്. സംതിങ് വെൻ റോങ് എന്ന് പറഞ്ഞാൽ എന്തോ തെറ്റ് സംഭവിച്ചു എന്നാണ്. എന്തോ തെറ്റല്ല സംഭവിച്ചത്, ഈ പ്രൊജക്റ്റ് തന്നെ ഒരു തെറ്റായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. നമ്മളിത് മൈൻഡ് ചെയ്തതും ഈ ഒരു പ്രൊജക്റ്റ് ഇവർ റിലീസ് ചെയ്തത് പോലും ഒരു തെറ്റായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ വില കൊടുക്കണം എന്നുള്ള കാര്യം പോലും പിക്സൽവേഴ്സിൻ്റെ ടീമിന് അറിയില്ല. അതുപോലെ തന്നെ റൂൾസ് കമ്മ്യൂണിറ്റി എങ്ങനെ പ്രതികരിക്കുന്നു അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സ്റ്റേക്കിംഗ് ചെയ്തിരുന്നു പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡിൽ. അത് നമുക്ക് ഡാഷ്ബോർഡ് പോയിട്ട് പറയാം. ഡാഷ്ബോർഡിൽ NFT ക്ലെയിം ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് നേരെ ഡാഷ്ബോർഡിലേക്ക് പിക്സൽവേഴ്സിൻ്റെ ബോർഡിൽ നിന്ന് തന്നെ പോകാൻ പറ്റും. അവിടെ നമുക്ക് ജസ്റ്റ് ഡാഷ്ബോർഡിലേക്ക് പോകാം. ഡാഷ്ബോർഡിൽ നമ്മൾ സ്റ്റേക്ക് ചെയ്തിരുന്നു നമ്മളെ പിക്സ് വൈ അല്ലേ. അപ്പോൾ ആ ഒരു പിക്സ് വൈ 2 വർഷത്തേക്കാണ് സ്റ്റേക്ക് ചെയ്യേണ്ടതെന്ന് പലരും എന്നോട് കമൻസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുള്ള കാര്യമാണ്. ഓൾറെഡി ഡിസ്കോഡിലൊക്കെ അവരുടെ അഡ്മിൻസ് തന്നെ പോസ്റ്റ് ചെയ്താണ് 2 വർഷമാണ് സ്റ്റേക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ എന്താ, എല്ലാവരും പോയിട്ട് അവരുടെ ട്വിറ്റർ അക്കൗണ്ടൊക്കെ റിപ്പോർട്ട് അടിച്ചു, സസ്പെൻഡായി അവരുടെ ട്വിറ്റർ അക്കൗണ്ട്. ടെമ്പററി ആണ്, ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ അവർ പേടിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ ട്വിറ്റർ പോസ്റ്റുകളും അതുപോലെ തന്നെ ഡിസ്കോഡ് പോസ്റ്റുകളും ഒക്കെ ഡിലീറ്റ് ആക്കി. എന്നിട്ട് അവരുടെ റൂൾസ് മൊത്തം മാറ്റി. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എപ്പോഴും മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ഒരു സമയത്ത് മൈൻ ചെയ്യുന്ന കാര്യം പറയുന്നത്. പിക്സൽവേഴ്സ് മാത്രം മൈൻ ചെയ്തവരാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിക്ക് അവർക്ക് സന്തോഷമായിട്ടുണ്ടാകും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു പ്രൊജക്റ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. എപ്പോൾ വേണമെങ്കിലും നമ്മളെ പറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഒരു പ്രൊജക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ മൾട്ടിപ്പിൾ പ്രൊജക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു വെച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും മൾട്ടിപ്പിൾ പ്രൊജക്റ്റ്, അതായത് വേറെ പ്രൊജക്ട്സിലേക്ക് ഒരു സമയത്ത് മൈൻ ചെയ്യുമെന്ന് പറയുന്നത്. ചെസ് നമ്പർ 1ൻ്റെ പരിപാടി ഏകദേശം നല്ല രീതിക്ക് തന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇനി ചെസ് നമ്പർ 2 വരുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് ആണ്. അതിൻ്റെ ഗതി എന്താവുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇതിനേക്കാളും വേസ്റ്റ് അവസ്ഥയിലേക്കായിരിക്കും ഹാംസ്റ്റർ കോമ്പാറ്റ് പോവുക എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് അങ്ങനെ പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് NFT ക്ലെയിം ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് മെനു ബട്ടൺ കാണാം. മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏർലി അഡോപ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് NFT ആണെന്നുള്ള കാര്യം ഇവിടെ കാണാൻ പറ്റും.
നമുക്കിനി ഇവിടെ ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടോൺ വാലറ്റ് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ടെലഗ്രാം വാലറ്റോ ടോൺ കീപ്പറോ ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കി ക്ലെയിം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്ലെയിം അവതാർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് ഫീ പേ ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഗ്യാസ് ഫീ മാത്രമല്ല. ഞാനിപ്പോൾ കാറ്റിസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ ടോൺ കീപ്പറിലുള്ള. അതുകൊണ്ട് തന്നെ വലിയ ഫണ്ടൊന്നുമില്ല. കാറ്റിസിന് ചെറിയ ഫണ്ട് മതി. അതുകൊണ്ട് തന്നെ വലിയ ഫണ്ടൊന്നും എൻ്റെ ബാലൻസിൽ ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ കാണാൻ പറ്റും ടു ബി പെയ്ഡ് എന്ന് വെച്ചാൽ നമുക്ക് പേ ചെയ്യേണ്ട 0.5 ടോൺ ആണ്. ടോൺ കോയിൻ 0.5 പ്ലസ് ബ്ലോക്ക് ചെയിൻ ഫീസും 0.05 ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ 0.55 ടോൺ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത് വെർത്താണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് ക്ലെയിം ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ എയർലി അഡോപ്റ്റർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ NFT റിവാർഡുകൾ തരുന്നത്. ഇവരുടെ പ്രൊജക്റ്റിൽ ആദ്യമായിട്ട് യൂസ് ചെയ്ത യൂസേഴ്സ് എന്ന രീതിക്ക് നമുക്ക് റിവാർഡായിട്ടാണ് NFTകൾ തരുന്നത്. അപ്പോൾ അത് ഫ്രീ ആയിട്ടല്ലേ നമുക്ക് തരേണ്ടത്. അപ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട റിവാർഡ് നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കണം എന്ന കാര്യമാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു എഞ്ചിനീയറിംഗ് കോഴ്സൊക്കെ പഠിക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 4 കൊല്ലം പഠിച്ചതും പോരാ, 1 ലക്ഷം രൂപയും കൂടെ വീണ്ടും കൊടുക്കണം എന്ന് പറയുന്ന പോലെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം മൈൻഡ് ചെയ്തതും പോരാ, ഇനി NFT കിട്ടണമെങ്കിൽ അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം. അങ്ങോട്ട് പൈസ കൊടുക്കാം. ഗ്യാസ് ഫീ ആണെങ്കിൽ ഓക്കെ, ഗ്യാസ് ഫീ ആയിട്ട് മാത്രം കൊടുക്കാം. പക്ഷേ ഇത് ഇവർക്ക് ഒരു ഫീ മാത്രമല്ലാതെ ഒരു പൈസ 0.5 ടോണായിട്ട് അവർക്ക് നമ്മൾ പേ ചെയ്യാണ്. എനിക്ക് NFT നമ്മൾ വാങ്ങുന്ന പോലെ തന്നെ ആയി. അപ്പോൾ ഒരുപാടല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല ഈ ഒരു NFT. പിക്സൽ വേഴ്സ് ഇനി ഫ്ലോപ്പ് ആവാനാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇതൊന്നും തന്നെ മനസ്സിലാവും. കാരണം ഈ ഒരു NFTക്ക് വില വേണമെങ്കിൽ അവരുടെ ഗെയിം സക്സസ് ആവണം. ഗെയിം സക്സസ് ആവണമെങ്കിൽ അതിൽ യൂസേഴ്സ് വേണം. യൂസേഴ്സ് വേണമെങ്കിൽ ഈ കമ്മ്യൂണിറ്റിനെ വെറുപ്പിക്കുന്ന പരിപാടി ആദ്യം നിർത്തണം. ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താ, അവർക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇതൊരിക്കലും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളും ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇനി ചെയ്യണം നിർബന്ധമുള്ളവർക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ടെലഗ്രാം ബോർഡിൽ നിന്ന് ക്ലെയിം ചെയ്യണമെങ്കിലും ഇവർ ഇതേപോലെ ഫീ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സെറ്റപ്പ് ചെയ്യുന്ന തിരക്കിലായിരിക്കും ഇതിൻ്റെ പുറകിലുള്ളവർ. എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കണം, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മേലേക്ക് വരണം എന്നുള്ള കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. കമ്മ്യൂണിറ്റിനെ വെറുപ്പിക്കുക എന്ന കാര്യമാണ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള പ്രൊജക്റ്റിൽ വീണ്ടും ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ എല്ലാ പ്രൊജക്റ്റും മൈൻഡ് ചെയ്യണം എന്ന് പറയുന്നത് വെച്ചാൽ 10 പ്രൊജക്റ്റ് നമ്മൾ മൈൻഡ് ചെയ്താൽ അതിൽ 2 എണ്ണം മാത്രമേ നമുക്ക് നല്ല ഏണിങ്സ് തരുള്ളൂ. ബാക്കിയുള്ള ചിലപ്പോൾ ഗ്യാസ് ഫീ തട്ടിപ്പായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. ഏറ്റവും നല്ല പ്രൊജക്റ്റ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു 10 എണ്ണം അല്ലെങ്കിൽ 20 എണ്ണം ഒരു ടൈമിൽ ഫാം ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു 2 or 3 എണ്ണത്തിൽ നിന്ന് നല്ല റിവാർഡ് കിട്ടും. അല്ലാതെ നമുക്ക് എല്ലാം നല്ലത് എന്ന് പറഞ്ഞ് ഫാം ചെയ്യൽ ഇമ്പോസിബിൾ ആണ്. ഏതൊക്കെയാണ് ഞാൻ കറന്റ് മൈൻഡ് ചെയ്യുന്ന ടോപ്പ് ആയിട്ടുള്ള പ്രൊജക്റ്റ് എന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കാണുക, അത് മൈൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും ആദ്യം അറിയാനായിട്ടും എല്ലാ ന്യൂസുകളും അപ്ഡേറ്റ്സും ആദ്യം കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.